എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ന്യൂസിൽ കാണാൻ ഇടയുണ്ടായി. നമ്മുടെ ആറുവരിപ്പാത നാട്ടിൽ ഏകദേശം മാഹി, കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഒരുവിധം പണി പൂർത്തിയായി. അതിൽ കൂടെയൊക്കെ വണ്ടി ഓടി തുടങ്ങിയിട്ടുള്ള ഒരു ന്യൂസ് ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ന്യൂസ് കേട്ടതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അപകടങ്ങൾ, ഏകദേശം 50-ൽ പരം അപകടങ്ങൾ ഉണ്ടായതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നാട്ടിലല്ല, ഞാൻ സൗദി അറേബ്യയിലൊരു പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഏകദേശം സൗദി അറേബ്യ എന്നല്ല, ഗൾഫ് കൺട്രിയിൽ ഏകദേശം ഒരു 30 വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, ഡ്രൈവറായിട്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് എല്ലാം നിർത്തി, ഇപ്പോൾ 3 വർഷമായി. ഇപ്പം ഞാനിവിടെ ഒരു കമ്പനിയിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഡ്രൈവർമാരാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്ന് കരുതിക്കൊണ്ട് ഉള്ള ഒരു ഡ്രൈവിങ് നമ്മൾ പരമാവധി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടങ്ങളുണ്ടാവുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഒന്നാമത്തത് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലാണ്. ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാ ഡ്രൈവർമാരും നമ്മുടെ നാട്ടിൽ നിന്നായാലും മറ്റുള്ള ഇന്ത്യ തന്നെ മറ്റുള്ള സ്ഥലത്തു നിന്ന് വരുന്ന ഡ്രൈവർമാരുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് 32 രാജ്യങ്ങളിലെ ആൾക്കാർ ഈ കമ്പനിയിൽ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണ്. അപ്പോൾ നമ്മൾ വരുന്ന ആളുകളോടൊക്കെ ആദ്യം തന്നെ നമ്മളൊരു ടെസ്റ്റ്, അവരെ ഒരു ഡ്രൈവ് ടെസ്റ്റ് നടത്താറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡ്രൈവിങ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം ആണ് നമ്മൾ അവർക്കുള്ള ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും അവർ എങ്ങനെയാണ്, അവരുടെ നാട്ടിലവരെങ്ങനെ വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നായാലും ഇന്ത്യയിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും അവർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം അവനൊരു ഡ്രൈവറാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ അതിനുശേഷം ഏകദേശം നമ്മളുടെ ഇവിടുത്തെ 1 മാസത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർ ശരിയായ ഡ്രൈവറായിട്ട് മാറുന്നത്. അവർ തന്നെ നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാം ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് ഡിഫെൻസീവ് ഡ്രൈവിങ്ങും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സിമുലേറ്ററിനകത്ത് നമ്മൾ ആദ്യം വന്ന് അവരെ ട്രെയിനിങ് കൊടുത്ത് അതിന് ശേഷമൊക്കെയാണ് നമ്മൾ പുറത്തിറക്കിയിട്ട് അവർക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഞങ്ങളുടെ കമ്പനികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ട്രെയിലറാണ് ഓടിക്കുന്നത്. ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഫ്രീസർ വണ്ടിയാണ്. അത് ദുബായ്, ഒമാൻ, മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കും പോകുന്ന വണ്ടികളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം പുതിയ റോഡൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ ആറുവരിപ്പാത എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ ചീറിപ്പാഞ്ഞ് വരുന്ന വണ്ടികൾക്കിടയിലൂടെ ഈ ഓട്ടോ ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് കയറിയ അവരൊക്കെ തിണ്ണബലം എന്ന് പറയും നമ്മുടെ നാട്ടിലെ. ഓരോ സ്ഥലത്തിനുമുള്ളൊരു തിണ്ണബലമുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർനാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഏത് ടൈപ്പൊക്കെ വണ്ടികൾ വരുന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മുടി നിറയ്ക്കാതിരിക്കണമെങ്കിൽ, മുടി നിറയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു കോമഡി ആയിട്ട് പറഞ്ഞതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളധികം കാലം ജീവിച്ചിരുന്നാലേ നമ്മൾ മുടി നിറയ്ക്കുള്ളൂ. അതുകൊണ്ട് അധിക കാലം ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലൊക്കെ വണ്ടി ഓടിച്ച് അപകടമൊന്നുമില്ലാതെ നല്ല രീതിയിലൊക്കെ പോകാൻ നോക്കുക. എന്നാലും നമുക്ക് ജീവിതം, നമ്മുടെ കുടുംബമൊക്കെ ആയിട്ട് നമുക്ക് ജീവിച്ചു പോകണ്ടേ. അപ്പോൾ അതിന് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ സർക്കാർ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഡ്രൈവിങ്ങിൽ എല്ലാവർക്കും ഇപ്പോൾ ലൈസൻസ് പുതുക്കുമ്പോഴായാലും എന്താ ചെയ്യുക, ഒരുപാട് സൈൻ ബോർഡുകളുണ്ട്. ആ സൈൻ ബോർഡുകളൊക്കെ നോക്കി വണ്ടി ഓടിക്കാനുള്ളൊരു അവയർനെസ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാനിത് പറഞ്ഞെന്ന് വെച്ചിട്ട് നീ ആരാണ് ഇപ്പോൾ വലിയ ഡ്രൈവറാണോ, നീ ഇവിടുത്തെ വലിയ നിയമം, അതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എൻ്റെ നേരെ പൊങ്കാലിടാനൊന്നും വരില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. എന്നുവെച്ചാൽ ഒരു ജീവന് അത്രയും വിലയുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും നല്ല രീതിയിൽ വാഹനം ഓടിക്കുക. എല്ലാ നിയമങ്ങളും നാട്ടിലത്തെ എല്ലാ ബോർഡുകൾ അതൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ വാഹനം ഓടിക്കുക. ആർക്കും ഒരു അപകടം ഉണ്ടാവരുത് എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പറയുന്നതാണ്. അത് ഞാൻ വലിയൊരാളായിട്ട് വലിയ ഉപദേശം നൽകുന്നു എന്നൊന്നും ഒരു ഡ്രൈവർമാരും ചിന്തിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു.